തുടരുന്ന മോഹൻലാൽ എന്ന സ്റ്റാർ മെറ്റീരിയൽ തുടരും ലാൽ തരംഗം തന്നെയാണ്. ജനപ്രിയ സിനിമയുണ്ടാക്കാൻ 100 കോടിയും ഹെലികോപ്റ്ററും കോടികളുടെ ബജറ്റൊന്നും വേണ്ട എന്ന ഈ സിനിമ തെളിയിച്ചു. നല്ല കഥയും മേക്കിങ്ങും മാത്രം മതി. ഏറെ കാലത്തിനു ശേഷം നടന വിസ്മയത്തിന്റെ ഫുൾ പാക്കേജ് ചിത്രം കാണാൻ സാധിച്ചു. തരുൺ മൂർത്തിക്ക് അഭിമാനിക്കാമെന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറയുന്നത്. എമ്പുരാൻ 300 കോടി ക്ലബിൽ കയറിയെങ്കിലും അതിലെ കോട്ടിട്ട എബ്രാം ഖുറേഷിയായുള്ള മോഹൻലാലിന്റെ പ്രകടനത്തിലൊക്കെ പഴയ പ്രതാപത്തിന്റെ നിഴലാട്ടം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ചുരുങ്ങിയ ബജറ്റിനുള്ളിൽ എടുത്തുവെച്ച ഒരു സിനിമയിലെ വിഷ്വൽസുകൾ കണ്ടാൽ അമ്പരന്നു പോകും നാം എല്ലാവരും. ചിത്രം പൊളപ്പനാണെന്നൊക്കെ പറഞ്ഞ ഇത് തന്നെയാണ്. ഒരു ഹോളിവുഡ് സ്റ്റൈലിലാണ് ചിത്രം ചെയ്തിരിക്കുന്നത്. 2.25 മണിക്കൂറോളം നീളമുള്ള ചിത്രത്തിൽ ഒരു സെക്കൻഡ് പോലും നമുക്ക് ബോറടിക്കില്ല, ലാഗില്ല. ഇത് തന്നെയാണ് തുടരുമെന്ന സിനിമയുടെ പ്രത്യേകത. ഒരിക്കൽ തുടങ്ങിയാൽ കഥയങ്ങനെ പോകുകയാണ്. ഒരു ട്രെയിൻ പോകുന്നത് പോലെയാണ് ഈ ചിത്രം പാഞ്ഞു പോകുന്നത്. ട്രെയിലർ കണ്ട പോലെ ഒരു കുടുംബകഥ തന്നെയാണിത്. എന്നാൽ മോഹൻലാൽ ശോഭന നാം കണ്ട കൂട്ടുകെട്ട്, അതായത് ഒരു വിന്റേജ് നൊസ്റ്റാളജിയെ കുത്തിപ്പൊക്കുന്ന ഒരു പടമൊന്നുമല്ല ഇത്. ശരിക്കും ഒരു ദൃശ്യ വിസ്മയം തന്നെ. ശരിക്കും ഒരു ദൃശ്യം മോഡൽ ഫാമിലി ഡ്രാമയാണ് തുടരും. പക്ഷേ ദൃശ്യം വേറെ, തുടരും വേറെ. കഥയുടെ എന്തെങ്കിലും അംശം പുറത്തുപോയാൽ ആകെ പൊളിഞ്ഞു പോകുന്ന ചിത്രമല്ല ഇത്. കാരണം മേക്കിംഗ് തന്നെയാണ് ഈ സിനിമയുടെ പ്രധാന പ്രത്യേകത. അതിനാൽ തന്നെ സ്പോയിലർ വന്നാലൊന്നും ഒരു കുലുക്കവും തുടരും സിനിമയ്ക്ക് സംഭവിക്കില്ല. ഇപ്പോഴത്തെ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ് തുടരും. ഇൻഡസ്ട്രി ഹിറ്റായ എമ്പുരാനെ ഞെട്ടിക്കുന്ന ബുക്കിംഗ് ആണ് ചിത്രം വിവിധ ഓൺലൈൻ ബുക്കിംഗ് ആപ്പുകളിൽ ലഭിക്കുന്നത്. റിലീസ് ചെയ്ത ശേഷം ബുക്ക് മൈ ഷോ വഴിയുള്ള ആദ്യ ദിവസത്തെ ബുക്കിംഗിൽ മലയാള സിനിമയിലെ 1ാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുകയാണ് മോഹൻലാൽ ചിത്രം തുടരും. 428K ടിക്കറ്റുകൾക്ക് മുകളിലാണ് ഇപ്പോൾ തുടരും വിറ്റഴിഞ്ഞിരിക്കുന്നത്. എമ്പുരാൻ റിലീസിന് ശേഷം 381K ആയിരുന്നു വിറ്റത്. വമ്പൻ ഹൈപ്പിലും വലിയ ബജറ്റിലും പാൻ ഇന്ത്യൻ പ്രൊമോഷനുമായി എത്തിയ എമ്പുരാന്റെ റെക്കോർഡാണ് തുടരും നിസ്സാരമായി തകർത്തെറിഞ്ഞത്. ഇത് മലയാള സിനിമയിൽ ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കുകയാണ്. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത ചിത്രം എല്ലാ കോണുകളിൽ നിന്നും പോസിറ്റീവ് പ്രതികരണങ്ങൾ നേടിയതോടെ ഓരോ മണിക്കൂറിലും വലിയ കുതിപ്പ് തന്നെയാണ് ഓരോ തിയേറ്ററിലും നടത്തുന്നത്. കേരളത്തിലെ തിയേറ്ററുകളിലെല്ലാം തുടരും ബുക്കിംഗ് കൊടുങ്കാറ്റ് വീശിയടിച്ചിരിക്കുകയാണ്. പ്രധാന നഗരങ്ങളിലെ ഭൂരിഭാഗം തിയേറ്ററുകളും വാരാന്ത്യത്തിലേക്ക് ഇപ്പോഴേ ഹൗസ്ഫുള്ളായി കഴിഞ്ഞുവെന്ന് വേണമെങ്കിൽ പറയാം. KR സുനിലിന്റെ കഥയും തരുൺ മൂർത്തിയോടൊപ്പം ചേർന്ന് അദ്ദേഹം രചിച്ച തിരക്കഥയും സിനിമയുടെ മേക്കിങ്ങും കഥാപാത്ര സൃഷ്ടിയും പെർഫോമൻസുകളും സംഗീതവും തുടങ്ങി സിനിമയുടെ എല്ലാ ഘടകങ്ങളും വലിയ കയ്യടിയാണ് എല്ലായിടത്തു നിന്നും നേടുന്നത്. മോഹൻലാൽ ശോഭന കൂട്ടുകെട്ട് 15 വർഷത്തിന് ശേഷം ഒരുമിക്കുന്ന ചിത്രം കൂടിയെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ചിത്രത്തിന് ചേരുന്ന തരത്തിലുള്ള പ്രൊമോഷനാണ് അണിയറക്കാർ കൃത്യമായ പ്ലാനിങ്ങോടെ നൽകിയത്. വലിയ ബഹളമില്ലാത്ത പ്രൊമോഷനും റിലീസിന് 2 ദിവസം മുമ്പ് മാത്രം ആരംഭിച്ച അഡ്വാൻസ് ബുക്കിംഗും ഒക്കെ ചിത്രത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.